പഠിക്കാൻ പോലും പറ്റാത്ത അലമുറയിട്ട് കരഞ്ഞ അമ്മയെയും അച്ഛനടക്കമുള്ള മറ്റു ബന്ധുക്കളെയും സമാധാനപ്പെടുത്തി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഭയങ്കര എക്സോസ്റ്റഡ് ആവുക എന്ന് പറയില്ലേ, ഞാൻ അങ്ങനെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഇറ്റ്സ് നോട്ട് ബിക്കോസ് എൻ്റെ ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് വളരെ തിക്കി തിരിഞ്ഞൊക്കെ എനിക്ക് തന്നെ ഒരു സ്വൈര്യമില്ലാത്തൊരവസ്ഥ. രാവിലെ എണീക്കുന്നു, കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നു വീട്ടിൽ, കാരണം അമ്മയല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫീസിൽ പോകുന്നു, ഓഫീസ് കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും ഒരു ലോഡ് പണിയെടുക്കുന്നു, പിന്നെ വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. എന്താ പറയുക, എനിക്കാകെ ഭ്രാന്തെടുത്ത് തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പം ഞാൻ കരുതി എനിക്കിതിൽ ബാക്കിയുള്ളതൊന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം യൂട്യൂബ് അങ്ങ് കട്ട് ചെയ്തിടാം എന്ന് കരുതിയതാണ്. പക്ഷെ എന്നാൽ ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ 2 വീഡിയോ കണ്ട സമയത്ത് ഞാനിങ്ങനെ ഒരു ചാനലും വെച്ച് ഈ 60,000 സബ്സ്ക്രൈബറും വെച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ എൻ്റെ വീഡിയോ കണ്ടാലും ഞാൻ ഹാപ്പിയാണ്. അതിൽ കൂടുതൽ വ്യൂസ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരാൾ കണ്ടാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം. ആ അമ്മയുടെയും ആ അച്ഛൻ്റെയും കണ്ണീരിന് വേണ്ടി ഞാൻ സംസാരിക്കും. കാരണം ആ സിറ്റുവേഷൻ നിങ്ങൾ വീണ്ടും ഒന്ന് ഓർത്തു നോക്കുക. വളരെ ആഗ്രഹത്തോടു കൂടി, അല്ലെങ്കിൽ എൻ്റെ മോൻ ഡോക്ടറായി വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഒരച്ഛനും അമ്മയും മകനെ പഠിക്കാൻ വിടുകയാണ്. അവിടെയുള്ള കുറേ ശവന്നാറികൾ കാരണം ആ കുട്ടി ഇന്നൊന്നുമല്ലാണ്ടായി ഒരു ആംബുലൻസിൽ വീട്ടിലോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷൻ. അത് കാണുന്ന അച്ഛൻ്റെയും അമ്മേൻ്റെയും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ പ്രതീക്ഷയാണ് അവൻ, അവരുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, ഒരു ഡോക്ടർ എൻ്റെ കുടുംബത്തിൽ വരിക എന്ന് പറയുന്ന ആ ഇമോഷൻ മുഴുവൻ തകർത്ത കുറേ വിഷങ്ങളെ സംസാരിക്കാനാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ സ്പേസ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ വീഡിയോയിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ് എനിക്കൊരൊറ്റ കാര്യം പറയാനുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ആ പർട്ടിക്കുലർ വൃത്തികെട്ട കോളേജിൽ പഠിച്ചിട്ടുള്ള സീനിയറോ ജൂനിയറോ ഇപ്പം പഠിക്കുന്നതോ അല്ലെങ്കിൽ പണ്ട് പഠിച്ച ആൾക്കാർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറകിൽ നട്ടലുണ്ടെങ്കിൽ, ഞാൻ പറയുക നട്ടലുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് കമൻറ്റിൽ വന്നിടും. ജീവിക്കുകയാണെങ്കിൽ അന്തസ്സോടുകൂടി നട്ടൽ നിവർന്ന് ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് ഇങ്ങനത്തെ ശവന്നാറി ടീച്ചേഴ്സിനെ പേടിച്ച് നിങ്ങൾ പുറത്തിറങ്ങി BDS അല്ല MBBS എടുത്തിട്ടും ഒരു കാര്യമില്ല എന്നുള്ളത് ഞാൻ അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക മാത്രമേ പറയാൻ പറ്റൂ. അല്ല ഇനി നിങ്ങൾക്ക് കമൻ്റ് അടിക്കാൻ താല്പര്യമില്ല, കമൻ്റ് അടിക്കേണ്ട. എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുണ്ട്, അമിയ ഡീസെറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ താഴെ വന്ന് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് DM വന്ന് മെസ്സേജ് അയക്കും. നിങ്ങളുടെ പ്രൂഫ്സോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ സോഷ്യൽ മീഡിയയിലിട്ട് എക്സ്പോസ് ചെയ്യും. എനിക്കൊരു HOD-നെയൊന്നും എനിക്കൊരു പേടിയില്ല. കാരണം ഒരു കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുന്നത്, അല്ലെ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, അല്ലെ ഇന്ന് അവർ ഈ വാവിട്ട് കരയുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുള്ള ഒരു നാറികളെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കൊന്നുമില്ല. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം എടുത്ത് വെച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഈ കുറച്ച് നേരം കൊണ്ട് തന്നെ വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നിതിൻ രാജ് BDS സ്റ്റുഡൻറ്റ്, കണ്ണൂർ അഞ്ചരണ്ടി കോളേജോ അങ്ങനെ എന്തോ പേര് പോലെ തന്നെ ഒരു കോളേജ്, ബാക്കി ഞാൻ ഫില്ല് ചെയ്യുന്നില്ല. ആ കോളേജിലെ അധ്യാപകരുടെ കയ്യിൽ നിന്നും സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്നും നേരിട്ട ക്രൂര പീഡനത്തിൻ്റെ ഭാഗമായി കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പീഡനം എന്ന് പറയുന്നത് അവൻ്റെ കളറിനും ജാതിയുടെയും പിന്നെ ചില അസഭ്യ വാക്ക്, പുഴുത്ത പട്ടീന്നോ പേപ്പട്ടീന്നോ ഇങ്ങനെയൊക്കെയുള്ള വിളി കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്ലെയിമർ എന്ന നിലയിൽ ഞാൻ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോയിൽ ഈ ന്യൂസ് റീഡേഴ്സ് ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യത്തെ സായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാണ്. അതിൻ്റെ മോർ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആളുടെ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. അതിൽ സീക്രട്ട് ഏജൻറ്റ് സായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പെർട്ടിക്കുലർ കുട്ടി ഏതൊരു ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ, നിതിൻ രാജ് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ലോക്ക്ഡായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവന് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. വീട്ടിൽ ചോദിക്കാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവൻ്റെ ഒരു ട്യൂട്ടറിൻ്റെ ഐഡൻറ്റിറ്റി പ്രൂഫ് വെച്ചുകൊണ്ട് ഇവൻ കുറച്ച് പൈസ ഓൺലൈനായിട്ട് എടുത്തു. അപ്പം ആ ട്യൂട്ടർ എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് എടുത്തെങ്കിലും ഇവൻ പൈസ അടച്ചില്ല. അത് ട്യൂട്ടറിന് ഓഫ് കോഴ്സ് പ്രശ്നമായി. ട്യൂട്ടർ അത് നേരെ ചെന്നിട്ട് HOD-ൻ്റെ അടുത്ത് പറഞ്ഞു. HOD വിളിച്ചിട്ട് ഇവനോട് ഭയങ്കര ഫയറായി എന്നുള്ളൊരു സാധനം സീക്രട്ട് ഏജൻറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞത് മാത്രമാണ്, അല്ലാണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പുറത്തോട്ട് വരാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ കുട്ടി അതിൽ പോയോ, ഈ കുട്ടീൻ്റെ സ്വഭാവത്തെയൊക്കെ അതിൽ വിലയിരുത്തും. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ന്യൂസ് പുറത്ത് വരാത്ത സ്ഥിതിക്ക് ഞാൻ അത് എടുത്ത് ഇവിടെ സംസാരിക്കുന്നില്ല. എന്നാലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അധ്യാപിക എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊച്ചിന് അവരുടെ പ്രൂഫ് കൊണ്ടുവച്ചത്? ഇനി ഇഷ്ടത്തിൻ്റെ പുറത്താണ് വെച്ചതെങ്കിൽ അവൻ പൈസ അടയ്ക്കാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് HOD അടച്ച് ഇതൊരു വലിയ ഇഷ്യൂ ആക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ അവന് മനഃപൂർവ്വം പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഗ്രൂപ്പായി നിന്നിട്ട് എന്തെങ്കിലും കളി കളിച്ചതാണോ എന്ന് ചോദിക്കുന്നതിലും പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല. കാരണം ഞാനിപ്പോൾ ഒരു അധ്യാപികയായി നിൽക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻസ് എന്നോട് പ്രൂഫ് ചോദിച്ചു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാണ്ട് ഞാൻ ഒരിക്കലും കൊടുക്കൂല. ഇവിടെ സ്വന്തം പ്രൂഫും കാര്യങ്ങളും എടുത്തു കൊടുത്തിട്ട് ഈ കുട്ടി ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് ഏറ്റവും ശവന്തീറ്റി ആയിട്ടുള്ള HOD അടുത്ത് ചെന്ന് പറഞ്ഞ് ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് പ്രൊഫസറാണെങ്കിലും അവരുടെ സ്വഭാവം ഒന്ന് നോക്കുന്നത് വളരെ നല്ലതാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. അല്ലാണ്ട് പഠിപ്പിക്കാൻ വന്നാൽ പഠിപ്പിക്കുക പോവുക, അല്ലാണ്ട് കുട്ടികളുടെ ഈ കളിക്ക് നിന്ന് കൊടുക്കുകയല്ല ചെയ്യേണ്ട. ഇനി അവൻ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരു നല്ല അധ്യാപികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്യണം. അവൻ്റെ അച്ഛനെയും അമ്മേനെയും സിസ്റ്ററെയും അല്ലെങ്കിൽ അവരെയും വിളിച്ച് ഇൻഫോം ചെയ്യണം. ഒരു മാതാപിതാക്കളും നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് ചീത്ത പറയാമെന്നല്ലാണ്ട് അവരൊന്നും നമ്മളെ ജീവിതം അവസാനിപ്പിക്കുന്ന സിറ്റുവേഷനിലോട്ടൊന്നും കൊണ്ടുപോകില്ല. അതൊക്കെ ചെയ്യേണ്ട സമയത്താണ് നിങ്ങൾ ഇതിന് നിന്നത്. അപ്പോൾ ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായതിൻ്റെ കാരണം നിങ്ങളുടെ ഈ ഒരു ഹണി ട്രാപ്പ് ഇഷ്യൂ ആണെങ്കിൽ അവൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ളൊരു കാരണവും നിങ്ങളാണ് എന്നുള്ളതും കൂടി ഓർത്താൽ മതി. ഇങ്ങനെ ഒരു ട്രാപ്പുകാരി ഉണ്ടെങ്കിൽ അവളുടെ മുഖം കൂടെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം കോളേജിലോ അല്ലെ എവിടെയോ പഠിക്കാൻ വിടുന്ന സമയത്ത് ഈ പരിപാടി ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കി നടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കാരണം കുടുംബവും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞോട്ടെ ഇവരുടെ പണി ഇതാണ് എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് ആ മെയിൻ ന്യൂസിലോട്ടൊന്ന് പോകാം. തിരുവനന്തപുരം മുഴമലക്കലിലെ വാടക വീട്ടിൽ നിതിന്റെ കുടുംബത്തിന്റെ കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ല. ഡോക്ടറാകണമെന്ന ആഗ്രഹത്തിൽ പരിശ്രമിച്ച് നേടിയ മെറിറ്റ് സീറ്റ് കോഴ്സിന് ചേർന്നിട്ട് 1 വർഷം പോലുമായില്ല. അതിനു മുന്നേ ആ വീട്ടിലേക്ക് എത്തിയത് നിതിന്റെ മരണവാർത്ത. ഇന്നലെയാണ് അഞ്ചരക്കണ്ടിയിലെ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ നിലയിൽ നിതിനെ കണ്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു കുടുംബം. ക്യാമ്പസിൽ നേരിട്ട പീഡനങ്ങൾ നിതിൻ മൂത്ത സഹോദരിമാരോട് പറഞ്ഞിരുന്നു. ആദ്യം സീനിയർ വിദ്യാർത്ഥികളും പിന്നീട് അധ്യാപകരും നിതിനെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെ ഡെന്റൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ കോളേജ് സസ്പെൻഡ് ചെയ്തു. സ്റ്റുഡന്റിന്റെ പാരന്റ്സിന്റെ ഒന്നും ഒരു കംപ്ലൈന്റോ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം പ്രത്യേകിച്ച് എന്താണ് റീസൺ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല. ഇതുവരെയും പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റുഡൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു പരാതി ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒഫീഷ്യലായിട്ട്. ഇൻസിഡന്റ് ഇന്നലെ നടന്നതിന് ശേഷമാണ് ഇങ്ങനെ ഓരോ വാർത്തകൾ നമ്മളും കേൾക്കുന്നത്. അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് കാരണം നേരത്തെ 1 മാസത്തോളം നിതിൻ വീട്ടിൽ വന്ന് മുറി അടച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. അന്ന് പഠനം മുടങ്ങുമോ എന്ന ആശങ്കയെ തുടർന്നായിരുന്നു കോളേജിലേക്ക് മടങ്ങിയത്. നിതിന്റെ മരണത്തോടെ ആശയേറ്റ് അച്ഛനും അമ്മയും 2 സഹോദരിമാരും. ഞാൻ ഈ ഒരു ന്യൂസ് കംപ്ലീറ്റ് വെച്ചു. ഇതിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നീറ്റ് എക്സാം എഴുതി ഒരു മെറിറ്റ് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ കുട്ടീനെ സംബന്ധിച്ച് ഇവൻ അത്രത്തോളം ആഗ്രഹിച്ച് അത്രത്തോളം എഫോർട്ട് എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു സീറ്റ് കിട്ടിയത്. ആൻഡ് ആളുടെ സുഹൃത്തുക്കളുടെ ചില ഓഡിയോസ് ക്ലിപ്പ് കാര്യങ്ങളുണ്ട്, ഞാൻ ഈ വീഡിയോൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ടായി കാണിക്കാം. അതിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് വളരെ സ്മാർട്ടായിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നിതിന് പണ്ട് തൊട്ടേയുള്ള ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആവണമെന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു ബോധം വെച്ച പ്രായം അല്ലെങ്കിൽ ഒരു കരിയർ സെറ്റ് ചെയ്യുന്ന ഒരു പ്രായം എത്തിയ ടൈം തൊട്ടിട്ട് തന്നെ നിതിൻ എന്ന് പറയുന്ന വ്യക്തി ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള എഫോർട്ട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം നിതിൻ അത്രത്തോളം പഠിച്ച് വായിച്ച് മുന്നേറി ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തുന്ന സമയം അവന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇഷ്ടം ഉണ്ടാവും. ആ പ്രതീക്ഷകൾ സാധിക്കാൻ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോട്ട് എത്തുമ്പോഴും അവൻ മെൻ്റലി വളരെയധികം വീക്കാവും. ആൻഡ് ഇതിൽ തന്നെ പറയുന്നുണ്ട് സീനിയർ വിദ്യാർത്ഥികൾ കാണിച്ച എന്തോ റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് കുട്ടി 1 മാസത്തോളം വീട്ടിൽ അടച്ചിരുന്നു എന്നുള്ളത്. അപ്പം മെൻ്റൽ ട്രോമ അവനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, അവന് കുറേ ആൻസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അവനെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വളരെ ക്ലിയർ ആണ്. ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അച്ഛനും അമ്മയും ഇതിന് അഗെയിൻസ്റ്റ് സംസാരിച്ചില്ല? ഞാൻ അതാണ് ആലോചിക്കുന്നത്.
എന്തുകൊണ്ട് നിങ്ങൾ സംസാരിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ കേസ് ഫയൽ ചെയ്തില്ല? റാഗിങ്ങിന് അഗെയിൻസ്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെ കേസ് ഫയൽ ചെയ്യാം? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന വളരെ രസകരമായിട്ടുള്ള കുറേ ന്യൂസുകൾ നിങ്ങൾക്കറിയാം. നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ ഒരു ചെറിയ കുട്ടി കോൺടാക്ട് ചെയ്തിട്ട് പറയാണ് വെക്കേഷൻ ടൈമിൽ ക്ലാസ് വെക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ വിളിച്ചുകൊണ്ട് ബിരിയാണി വേണമെന്ന് പറയുകയാണ്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എത്രയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനി അതൊന്നും വേണ്ട. സ്വന്തം ക്യാമറയിൽ ഓപ്പൺ ഫേസ് എടുത്തിട്ട് ഞാൻ ഇന്ന കോളേജിൽ നിന്ന് ഈ തരത്തിലുള്ള റാഗിങ് നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആർക്കാ നിങ്ങളുടെ സീറ്റ് കളയാൻ പറ്റുന്നത്? ആരാ നിങ്ങളുടെ സീറ്റ് കളയുന്നത്? ഈ രാമിൻ്റെ പേരിലുള്ള സീറ്റിലാണോ നിങ്ങൾ കയറിയിരിക്കുന്നത്? ഈ രാമിൻ്റെ വീട്ടിലാണോ നിങ്ങൾ കയറിയിരിക്കുന്നത്? അല്ല കണ്ണൂർ മാത്രം ഇങ്ങനെ ഒരു കോളേജില്ലേ? ഈ നിയമ സംവിധാനവും പോലീസും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? ഇങ്ങനൊരു സാധനം കാണിക്കാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് ആർക്കും പോയില്ലേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീറ്റ് എക്സാം എഴുതുന്ന ബുദ്ധി വേണ്ട എൻ്റെ പൊന്നു മക്കളെ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മനക്കട്ടിയാണ് വേണ്ടത്, സ്ട്രെങ്ത് ആണ് വേണ്ടത്. കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ നിലയിൽ കണ്ടത്. ഇവിടെ 2 സിറ്റുവേഷൻസ് ഉണ്ടാവും. ആദ്യത്തെ സിറ്റുവേഷൻ ക്യാൻ ബി സൂയിസൈഡ്, രണ്ടാമത്തത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തത്. ഇനി എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം അനുസരിച്ചിട്ട് ഇപ്പം വീട്ടുകാരൊക്കെ പറയുന്നത് അവനങ്ങനെ ചെയ്യില്ല എന്നാണ്, സുഹൃത്തുക്കളും പറയുന്നത് അവനങ്ങനെ ചെയ്യില്ല എന്നാണ്. ഈ പെർട്ടിക്കുലർ കുട്ടീൻ്റെ ചില ഓഡിയോ റെക്കോർഡ്സ് കേട്ട സമയത്ത് എന്ന് വെച്ചാൽ ആളുടെ ചില വോയിസ് ക്ലിപ്പ് ഞാൻ അങ്ങോട്ട് ഇടാം. അത് കേട്ട സമയത്തും എനിക്കും തോന്നിയത് ഈ കുട്ടി ഇങ്ങനെ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. പക്ഷേ അവനെ ഇങ്ങനൊരു സാഹചര്യത്തിലോട്ട് നയിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു വലിയൊരു കാര്യം ബാക്കിയുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് അവൻ ഇന്ന് ഈ സിറ്റുവേഷനിലോട്ട് പോയത് എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ വീണ്ടും കേട്ടതാണ്, മൂത്ത സഹോദരിമാരുടെ അടുത്ത് പറഞ്ഞിരുന്നു താൻ നേരിട്ടത് എന്ന്. ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ ഇപ്പം എൻ്റെ ഒരു ബ്രദർ അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ഒരാൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ആളോട് സംസാരിക്കാൻ പറയും. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ലൈഫാണ് വേണ്ടത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്നോട് പല വ്യക്തികളും വളരെ തമാശക്ക് പറയുന്ന ഒരു കാര്യമാണ്, നീ ബിഗ് ബോസ് പോവുമോ ചോദിക്കും. ഞാൻ പറയും എൻ്റെ പൊന്നു മക്കളെ, റീച്ചല്ല, സമാധാനമാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഡോക്ടർ ആവുക എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധിക്കും. ഇങ്ങനത്തെ ഒരു കോളേജ് അല്ലാണ്ട് എത്ര നല്ല കോളേജുകളുണ്ട്, എത്ര നല്ല സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരാൾ എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്ത കാര്യം എന്താ പറയുക, ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ട് ഇതുവരെ ഈ കോളേജിൽ നിന്ന് ഒറ്റ പിള്ളേർ അനങ്ങിയിട്ടില്ല. എത്ര പേരാണ് സായി പറഞ്ഞതുപോലെ സായിക്ക് മെസ്സേജ് അയച്ചത്. ആൻഡ് സായിയുടെ സീക്രട്ട് ഏജൻറ് സായിയുടെ വീഡിയോൻ്റെ താഴെയും ഒരുപാട് കമൻസ് കുട്ടികളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് വന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല? ഈ നിതിൻ രാജിനെ പോലെ ഒരു വ്യക്തിയാവാനാണോ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? വരൂ, സംസാരിക്കൂ. ഈ ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം മനക്കെട്ടിയാണോ? നമ്മൾ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളുടെ ക്ലയൻസിന് അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ഇപ്പോൾ സിറിഞ്ച് വെക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇതാക്കുമ്പോഴും ഒരു മനക്കെട്ടി വേണം. ആ മനക്കെട്ടിയുള്ളവർക്ക് എന്തും തുറന്ന് സംസാരിക്കാനുള്ളൊരു കഴിവ് വേണം. അതുപോലും ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും 5 വർഷം മാർക്ക് എഴുതി പാസ് ഔട്ടായി നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ മക്കളെ? അല്ലെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും 5 കൊല്ലം കഴിഞ്ഞ് പാസ് ഔട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ ആ കുട്ടി ഒന്നും അല്ലാണ്ട് 1 വർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ട് നിൽക്കുക. അവന് വേണ്ടി സംസാരിക്കാൻ പോലും ആ ക്ലാസ്സിലുള്ള ഒരു പിള്ളേർക്കും പറ്റുന്നില്ലെങ്കിൽ, ഒരു കുട്ടികൾക്കും പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ 5 അല്ല 10 കൊല്ലം കൊണ്ട് പാസ് ചെയ്തിട്ടും നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് എനി ക്വാളിറ്റി. ബിക്കോസ് ഇങ്ങനത്തെ ഒരു കേസ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. താമരശ്ശേരി ഉണ്ടായിരുന്ന ഒരു കേസാന്ന് തോന്നുന്നു, പിള്ളേരുടെ ഒരു കേസ്. എത്ര ചെറിയ മക്കളാണ് വന്ന് സംസാരിച്ചതെന്നറിയോ? എത്ര ചെറിയ മക്കളാ. ആ ഒരു ഇതുപോലും ഇല്ലാത്ത കുറച്ച് പിള്ളേരാണല്ലോ നിങ്ങൾ എന്നാണ് എനിക്ക് ഫസ്റ്റ് ഇതിൽ പറയാനുള്ളത്. ഈ MK റാമിനെയും ഈ സംഗീതേനെയും അങ്ങ് സസ്പെൻഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടോ ഇതല്ല ചെയ്യേണ്ടത്. രണ്ടിനെയും പിടിച്ച് ജയിലിലിടുക, എന്നിട്ട് കടത്തുക, എന്നിട്ട് ചാട്ടവാറിനിട്ട് നിരത്തി പിടിച്ച് അങ്ങ് അടി കൊടുക്കുക. ഇനി ആ വായ തുറക്കരുത്, അല്ലെങ്കിൽ നാവ് പിടിച്ചിട്ട് ഒരു ശൂലങ്ങ് തറച്ചു കൊടുക്കുക. ഇനി ആ വായ തുറന്ന് ഇത് പറയരുത്. അല്ലേ, എവിടുന്ന് ധൈര്യം ഉണ്ടായിട്ടാ? ഞാനിപ്പോൾ ആലോചിക്കാം, ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ചെരുപ്പ് ഊരി ഒന്ന് മോന്തയ്ക്ക് ഇട്ട് കൊടുത്തതിനാണ്. കാരണം ഒരു ചെറിയ കുട്ടീൻ്റെ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇയർ ആഗ്രഹത്തോടു കൂടെ എൻ്റെ കളറിൻ്റെ പേരിലും പട്ടി, പുഴുത്ത പട്ടി, തെരുവനായ, ഇത് കേട്ട് നിൽക്കാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്? കേട്ട് നിൽക്കാൻ എടോ, ആ ഫോണിൽ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാ പിന്നെ 24 മണിക്കൂർ ഇത് പിടിച്ച് നടക്കുന്നത്? സെൽഫി ഇടാനോ, എസ്തെറ്റിക് ഫോട്ടോ ഇടാനോ? ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഫോൺ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് അറിയില്ല. നിങ്ങൾക്ക് ആകെ അറിയുന്നത് എന്താണ്? സെൽഫി എടുക്കുക, എസ്തെറ്റിക് ഫോട്ടോ എടുക്കുക എന്നല്ലാണ്ട് വേറെ എന്താ അറിയുന്നത്? ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് കംപ്ലൈൻറ്റ് കിട്ടിയില്ലാന്ന്. കംപ്ലൈൻറ്റ് പോയിട്ട് ഒരു കുന്തും കിട്ടാൻ പോകുന്നില്ല. ഏകദേശം ഈ ന്യൂസ് ഇത്രയും നേരം സംസാരിച്ച് വെച്ച് ഞാൻ പറയണം, അവിടുത്തെ പിള്ളേരെല്ലാം വായടച്ചിരുന്ന് എങ്ങനെയെങ്കിലും 5 കൊല്ലം എഴുതിപ്പോൾ ഒരു ഡോക്ടറായിട്ട് പുറത്തിറങ്ങും. അല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല, ഒന്നിനും അതിൻ്റെ കഴിവില്ല. ഇനി അഥവാ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ കംപ്ലൈൻറ്റ് നിങ്ങൾ കറക്റ്റ് ആക്ഷൻ എടുക്കുമോ? കറക്റ്റ് നിങ്ങൾ ഈ രാമോഹൻ ദാസോ എന്തോ ദാസിനെയൊക്കെ നിങ്ങൾ പുറത്താക്കും, ഈ സംഗീതേനെയൊക്കെ പിടിച്ചിട്ട്?
ഈറ്റിങ്ങൊക്കെ ഒന്നും മക്കളില്ലേ? ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു, ഈ അമ്മ എങ്ങാനും കരഞ്ഞ് പറയുന്നതാന്ന് തോന്നുന്നു, ഈ രാമിൻ്റെ ഏതോ പെണ്ണ് ഒളിച്ചോടി പോയതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇയാളായിന്ന് ഒളിച്ചോടി പോയില്ലെങ്കിലല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു തന്തയാണാ? ഞാൻ ഈ കുട്ടിയുടെ കുറച്ച് റെക്കോർഡിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് ഹാഷായി സ്ട്രോങ് ആയി സംസാരിക്കും. ദാറ്റ്സ് ഓൺലി ബിക്കോസ് എനിക്ക് ആ ഫാമിലിയിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും കരച്ചിൽ അല്ലെങ്കിൽ അവർ കാണിച്ച പല കാര്യങ്ങളിലും എന്നിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. സോ ഈ കൈൻഡ് ഓഫ് റെസ്പോൺസ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. എല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കുക. എന്താ ഈ ഒരു ഓഡിയോ ഞാൻ ഇട്ട എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ ഈ നിതിൻ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവരും മുമ്പിലും ഞാൻ സ്റ്റാറായി എന്നുള്ളത്. ദാറ്റ് മീൻസ് HODയുടെ അടുത്ത് നിതിൻ തിരിച്ച് റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് നിതിൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ അവിടെ പാസ് ഔട്ട് ആയിട്ട് നിങ്ങൾക്ക് വായ ഉറക്കാനുള്ള ധൈര്യമില്ല. ഒരു വർഷം കൊണ്ട് തന്നെ ഈ കുട്ടി ഈ HODയുടെ അടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത്യാവശ്യം സ്ട്രോങ് ആണ്, അവൻ അത്യാവശ്യം ബോൾഡാണ്. നല്ല ബോൾഡ് എന്നല്ല ഞാൻ പറയുന്നത്, സംസാരിക്കാനുള്ളൊരു കഴിവുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ റിയാക്ട് ചെയ്യാത്ത കുട്ടികളുടെ അടുത്ത് വരെ ഇത്രയും ദേഷ്യവും വാശിയും കാണിക്കുന്ന ഈ വയസ്സൻ റിയാക്ട് ചെയ്ത ഈ കുട്ടീൻ്റെ അടുത്ത് എത്ര മോശമായി പെരുമാറും എന്നുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാലോ. ആൻഡ് ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അവൻ്റെ അമ്മേൻ്റെ അസുഖത്തെയും ഓപ്പറേഷനെ കുറിച്ചും പറഞ്ഞു. സ്വന്തം അമ്മേനെ ഒരുത്തം പറയുന്ന സമയത്ത് അത് കേട്ട് നിൽക്കാനും അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിൽക്കാനും തോന്നിയ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അവൻ പഠിപ്പിക്കുന്ന ബുക്ക് എടുത്ത് അവൻ്റെ മോന്തയ്ക്ക് ഇറങ്ങി ഇങ്ങോട്ട് വരണം. കൂലിപ്പണി എടുത്ത് ജീവിച്ചാലും അതിനും ഒരു ഇതുണ്ട്. അല്ലാണ്ട് ഇങ്ങനത്തെ വിഷങ്ങളുടെ കൂടെ നിൽക്കരുത്. എൻ്റെ പൊന്ന് രാമമോഹൻദാസോ അല്ലെ രാമദാസ് ചേട്ടനോ സംഗീത ഇവരുടെ ഭർത്താവ്, ഭാര്യ, കുടുംബം, അച്ഛൻ, അമ്മ കേൾക്കാൻ പറയുകയാണ് ശവൻതീറ്റികളാണ് ഇവർ. പറ്റുമെങ്കിൽ ഈ ശവൻതീറ്റികളുടെ അടുത്ത് നിന്ന് ജീവിതം എസ്കേപ്പ് ആയി പോയിക്കോളൂ. നിങ്ങളുടെ അവസാന കാലത്തെങ്കിലും കുറച്ച് വെള്ളം തരാൻ ആരെങ്കിലും ഒരാൾ ചുറ്റും ഉണ്ടാവും. പ്രൈസായിട്ട് കൊടുത്തേക്കാം. അതുപോലെ എന്താ ഇൻസൾട്ട് ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, ഒരൊറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളിലും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചെയ്യിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു. ക്ലാസ്സിൽ 100-ൽ 99 പേരും തൻ്റെ അടിമയായിരിക്കും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോട് ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും വിട്ടും. നീ ഒരു അധ്യാപകൻ കുട്ടിയുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് യു ആർ ഇഡിയറ്റ് എന്നുള്ളത്. അയ്യോ, പറയുന്ന ആൾ ആരാണോ? പറയുന്ന ആൾ ഏത് കുടുംബാവിയാണ്? എൻ്റെ അമ്മോ, ഞാൻ ആ കോളേജിൽ പഠിക്കാൻ പോയാൽ മതിയായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ ആ കോളേജിൽ പഠിക്കാൻ പോയായിരുന്നു. നീക്കോ നാച്ച ആ സാധനം എനിക്കിവിടെ പറയാനുള്ളൂ. പിന്നെന്താ ഇവിടെ മെൻഷൻ ചെയ്തത്? എല്ലാവരെയും വധിക്കുന്ന ഒരു സ്ഥലം സ്റ്റാഫ് റൂം. അപ്പം എല്ലാവരെയും നിരത്തി പിടിച്ചങ്ങ് ഇറക്കി വിട്ടാലോ? ആ കോളേജേ അങ്ങ് പൂട്ടിക്കെട്ടാം. അതാണ് നല്ലത്. ഈ അധ്യാപകർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നമ്മളെ ചികിത്സിച്ച ഒരു ഡോക്ടറെയും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച ഒരു അധ്യാപികയെയും കാണുന്ന സമയത്ത് എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ടീച്ചറെ കാണുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്നില്ലാത്തൊരു സന്തോഷവും സ്നേഹവും ഇഷ്ടവും ബഹുമാനവും വരും. ഡോക്ടറെ കാണുമ്പോൾ ഇല്ലാന്നല്ല, അയ്യോ ഇതാണ് എന്നെ ചികിത്സിച്ച ഡോക്ടർ എന്നേ പറയും. ടീച്ചറാണെങ്കിൽ ഹായ് ടീച്ചറെ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കും. ടീച്ചർ നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് എന്തായി മോളെ, എവിടം വരെ എത്തി, പഠിച്ചെത്തി എന്നൊക്കെ പറഞ്ഞ കുറേ നല്ല നല്ല അധ്യാപകരെ പഠിപ്പിച്ച കുട്ടികളാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അവർക്കൊരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ഇല്ലാത്ത കുറേ എണ്ണങ്ങളെ നിങ്ങൾ ആ സീറ്റ് പിടിച്ച് കയറിയിരിക്കരുത്. സംഭവം ഗവൺമെൻറ് ജോബൊക്കെ നല്ലതാണ്, കാരണം പൈസ കിട്ടും, പെൻഷനുണ്ട്, അപ്പോൾ ഇനി മരിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് ജോലി ഉണ്ട്. ഇങ്ങനത്തെ എല്ലാ കുന്തങ്ങളും ഗവൺമെൻറ് ജോലി തരുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി വഴി കിട്ടുന്നുണ്ട്. പക്ഷെ അത് കൊടുക്കുമ്പോഴേ കുറച്ചൊക്കെ ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ കുറേ വിഷങ്ങളെ ഇനി ഗവൺമെൻറ് ജോലിയല്ല, എന്ത് ജോലിയാണെങ്കിലും ജോലിയിൽ തോന്നിവാസം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ഇറക്കി വിടണം. ഇനിയിപ്പോൾ LDF വന്നാലും ഇനി കോൺഗ്രസ് വന്നാലും ഇനി BJP വന്നാലും ഇനി ആം ആദ്മി വന്നാലും എന്ത് കുന്തം വന്നാലും നിങ്ങൾ കുറച്ച് തീരുമാനങ്ങളൊക്കെ മാറ്റുക. 1956 വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, അതിനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതിനൊന്നും വലിയ മാറ്റമൊന്നുമില്ല. 56-50 അവിടെ കിടക്കട്ടെ, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് നിയമങ്ങളൊക്കെ മാറ്റി പച്ചയായ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിനൊക്കെ കുറച്ച് അറുതി ഉണ്ടാവും. ഇല്ല രാംദാസൊക്കെ ഇതേ കളി കളിക്കും. ഇപ്പോൾ ഈ കുട്ടിയൊക്കെ വളരെ പാവമായതുകൊണ്ടാണ്. ഇപ്പോഴത്തെ 2020
പിള്ളേരൊക്കെ ഉണ്ടല്ലോ നല്ല ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നത്, അവരുടെ അടുത്തൊക്കെയാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ സ്പോട്ട് കിട്ടും, കിട്ടേണ്ടതിന് കിട്ടും. അല്ലെങ്കിൽ ആ പെങ്ങൾ പോരായിട്ടാണ്. ആ പെങ്ങളടുത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഒരു പെങ്ങളും കേട്ടിട്ടില്ല. എനിക്കൊരാങ്ങളുണ്ട്, എൻ്റെ ആങ്ങളേനെ വേറെ ആരെങ്കിലും ഒരാൾ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ഞാൻ ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്യും, ഞാൻ പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അതാണ് പെങ്ങളാങ്ങൾ ബന്ധം എന്ന് പറയുന്നത്. ഈ ആങ്ങളെ കരഞ്ഞുകൊണ്ട് പെങ്ങളെടുത്ത് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പം ഈ മീഡിയേൻ്റെ 10 ക്യാമറേൻ്റെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്ന അന്ന് പോണായിരുന്നു, കോളേജ് പോകണമായിരുന്നു, ചോദിക്കണമായിരുന്നു, സംസാരിക്കണമായിരുന്നു, വീഡിയോ എടുക്കണമായിരുന്നു, വിഷയമാക്കണമായിരുന്നു, വേണ്ടതും വേണ്ടാത്ത കാര്യങ്ങളും. ഇനി ഇങ്ങനത്തെ കുറച്ച് കഴിവുകൾ ഡെവലപ്പ് ചെയ്യണം. അതിന് നമ്മളിപ്പോൾ വല്ല ബോൾഡാണോ അല്ലെ നമ്മൾ വല്ല ഫെമിനിസ്റ്റ് ആണോ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ക്വാളിറ്റീസ് എല്ലാം മനുഷ്യന്മാർക്ക് വേണം. ഇല്ലെങ്കിൽ ഈടെ ഒന്നും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാം കൂടെ ഇവരെല്ലാവരും കൂടെ പിടിച്ച് ഫ്ലീ നാക്കി കളയും. ഇങ്ങനെ ജീവിക്കേണ്ടി വരും. ഞാൻ സാറേ ഒന്ന് കാണുമെന്ന് അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളെല്ലാം എന്നെ കണ്ടിരിക്കും. അപ്പോൾ അജിഷ പറഞ്ഞു ഇതിന് കൂടുതൽ പറഞ്ഞു കൈയില്ലാണ്ട് ജീവിക്കേണ്ടി വരുന്നു. പിന്നെ ഞാൻ പറയട്ടെ, നമ്മളുടെ ലൈഫിൽ ചില സമയം നമ്മൾ ഭയങ്കര സെൻസിറ്റീവായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ എൻ്റെ വിശ്വാസപ്രകാരം നമ്മൾ സെൻസിറ്റീവ് ആവുക ആരുടെ അടുത്ത് അറിയാം? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളുടെ അടുത്താണ്. ഇപ്പം എന്നെ തകർക്കാൻ പറ്റുക അല്ലെങ്കിൽ എന്നെ ഡൗൺ ആക്കാൻ പറ്റുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തികളാണ്. കാരണം ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എൻ്റെ ലൈഫിൽ ഫുൾ എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് പോലും എന്നെ ഡൗൺ ആക്കാനോ അല്ലെങ്കിൽ വീക്കാക്കാനോ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഈ കുട്ടീനെ സംബന്ധിച്ച് ഈ കുട്ടീനെ ഈ പെർട്ടിക്കുലർ ആൾക്കാർ കഴിഞ്ഞ കുറേ മാസങ്ങളായി കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഇത് സഹിച്ചുകൊണ്ട് ഇവനെ എങ്ങനെ 5 കൊല്ലം അവിടെ നിൽക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചത്. നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടാണ്. പൊതുവേ ഒരു ഗുഡ് ഫാമിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കറിയില്ല ഈ അമ്മയ്ക്കും അച്ഛനൊക്കെ കുറേ കാര്യങ്ങൾ അറിയാം, എന്നാലും നല്ല രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇവൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഇത് നേരത്തെ പുട്ട് ഫോർവേഡ് ചെയ്യാം. എന്തായാലും ഇനിയിപ്പോൾ ഇതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നിതിൻ രാജ് എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞു. പക്ഷേ ഈ നിതിൻ രാജിനെ പോലെ ഇനി കുറേ രാജുകൾ ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഇനിയും ആ കോളേജിൽ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഒരു ഇത് കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഒതുങ്ങും, കുറച്ച് കാലത്തേക്ക് എല്ലാം ഒന്ന് ഒതുങ്ങും. ഇനി കുറച്ച് മാസം കഴിഞ്ഞിട്ടേ വരും. അതിനുള്ളിൽ ഞങ്ങൾക്ക് മെല്ലെ പഠിച്ചു പോകാമെന്ന് കരുതുന്ന കുറേ പിള്ളേരുണ്ട്. എടാ ഈ സ്വന്തം കാര്യം സിന്ദാബാദ് തന്നെയാണ്. കുറേയൊക്കെ നമ്മൾ സെൽഫിഷ് ആവണം. ഞാൻ സെൽഫ് ലവ് ഒക്കെ ഭയങ്കര പ്രൊമോട്ട് ചെയ്ത് നടക്കുന്നൊരു വ്യക്തിയൊക്കെയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ ഈ സെൽഫിഷും സെൽഫ് ലവും ഒക്കെ നമ്മളൊന്ന് പൊട്ടിച്ചെറിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വരണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് സമാധാനം സന്തോഷത്തോടു കൂടി കടന്നുറങ്ങണം. അല്ലാണ്ട് 100 മാർക്കിൻ്റെ പേപ്പർ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് കാര്യമില്ല. പേപ്പർ ഒന്നും ഒരു കടലാസ് പീസ് തന്നെയാണ്, അത് കത്തിച്ചളഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ അതുപോലെയല്ല നമ്മളെന്ന് പറയുന്ന വ്യക്തി ചില ആൾക്കാരുടെ അല്ലെങ്കിൽ എന്താ പറയുക ചില ലൈഫുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെ നല്ല ചെയ്താൽ ഏതെങ്കിലും ഒരു വഴി കൂടെ നന്മ നമുക്ക് എന്നും തിരിച്ച് കിട്ടും. അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ കുട്ടി നേരിട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ആളുടെ പെങ്ങൾ പത്രത്തിന് മുമ്പിൽ എന്ന് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോട് നല്ല ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അത് പോയതിന്റെ അന്ന് തൊട്ടേ പറയണുണ്ടായിരുന്നു. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ അയാൾ കൊന്നിട്ടേ പോവുള്ളൂ. കൊന്നിട്ടേന്ന് പോകുന്നു. ഇവന് ആരടാ, ഏതടാ? ഞാൻ എന്താണ് ന്യൂസ് കാണുന്ന വയസ്സായ കളവനാണോ ഈ രാംദാസ് സാർ എന്ന് പറയുന്നത്? ഏകദേശം കണ്ടത് പ്രകാരം പുള്ളി റെഡി ടു ഗോ ഇൻ ദ കുഴി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ടാർഗറ്റ് ചെയ്ത വ്യക്തികളെ ഇത് ശരിക്കും കോളേജാണോ? എനിക്ക് അറിയില്ല അവിടെ പഠിക്കുന്നവരോട്. അല്ലെ ഇത് വല്ല കൊട്ടേഷൻ സംഘം എങ്ങാനും ആണോ? അങ്ങനെയാണ് ഈ രാംദാസിന് വേണമെങ്കിൽ നമുക്ക് സിനിമയിലെ മാസ് ഡയലോഗൊക്കെ എഴുതാം. ഞാൻ ടാർഗറ്റ് ചെയ്തവരെയും ഞാൻ അതാക്കിയിട്ട് പോയി. എനിക്കിതൊക്കെ കാണുമ്പോൾ വെറും എന്താ പറയുക ഫീലിംഗ് സോ ഹെസിറ്റേഷനോ ഇറിറ്റേഷൻ അല്ലെങ്കിൽ പുച്ഛം അല്ലെങ്കിൽ ഇത് ഏത് കളവൻ എന്നൊരു മൈൻഡാണ് വരുന്നത്. കാരണം ഇത് സിനിമാ യുഗമല്ല, ഇത് പണ്ടത്തെ യുഗമല്ല. പണ്ടാണ് കുറേ കാലം ഇതൊക്കെ പേടിച്ച് വിറച്ച് അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇന്ന് അതൊക്കെ മാറിയിടോ. ഇന്ന് എല്ലാവരും ബോൾഡായി സ്ട്രോങ് ആയി വന്നുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ആൾക്കാരോ? അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? നീ ഇത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം, ചിരിക്കാത്ത കുട്ടികളെ ഇയാൾ അടിക്കും. ഈ മുതിർന്ന കുട്ടികളെ അയാൾ അടിക്കും. ആദ്യമേ പറഞ്ഞു എന്താണ് വിളിച്ചാക്ഷേപിച്ചുകൊണ്ടിരുന്നത്? എന്താണ് പറയാൻ പറ്റുന്ന കാര്യമാണോ? ആക്ഷേപിച്ച പുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് പുഴുത്ത പട്ടി, പേപ്പട്ടി. അപ്പോൾ ഇയാളെ നമ്മൾ എന്താ വിളിക്കുക?
പേരുകളൊക്കെ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷേ അത് യൂട്യൂബിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും. പിന്നെ പുഴുത്ത പട്ടികളെ പോലെ ഇനി ഭാവിയിൽ വീഴാണ്ടിരിക്കാൻ ശ്രമിക്കുക. ആ കോളേജിലുള്ളൊരു 30 പിള്ളേർ ഒരുമിച്ച് ചെന്ന് കുറച്ച് കല്ലെടുത്ത് വന്നിട്ട് ഒറ്റ എറിഞ്ഞാൽ തീരാവുന്നതേ ഈ രാം സാറുള്ളൂ, അല്ലെങ്കിൽ ആ സ്റ്റാഫ് റൂം സഭയുള്ളൂ. അതിനുള്ളൊരു ബോൾഡ്നെസ് കാട്ടായിരുന്നു. പിന്നെ ഇത് പൊളിറ്റിക്സോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചില നേരങ്ങളിലൊക്കെ പൊളിറ്റിക്സൊക്കെ കോളേജിലുള്ള നല്ലത് തന്നെയാണ്. എന്നാലേ കുറച്ച് ഹീറോസൊക്കെ ഉണ്ടാവും, മാരൊക്കെ ഇതിനെ അഗെയിൻസ്റ്റ് സംസാരിക്കാനോ റിയാക്ട് ചെയ്യാനൊക്കെ നിൽക്കും. ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാമെന്ന് ആലോചിച്ചാലും നമുക്ക് അവിടെ ഒരു വിലയുണ്ട്. ആൻഡ് ഇവിടെ പറഞ്ഞൊരു സാധനമുണ്ട്, ഇയാൾ എനിക്ക് മനസ്സിലായത് ഒരു സാഡിസ്റ്റ് മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊരാളുടെ വിഷമം കണ്ട് സന്തോഷിക്കുന്ന ഒരാൾ. മാർക്ക് കുറഞ്ഞ കുട്ടീനെ കളിയാക്കി സമയത്ത് ബാക്കി എല്ലാവരും കടന്ന് ചിരിച്ചോളണം, ചിരിച്ചില്ല ചിരിക്കാത്തവർക്ക് അടി കിട്ടുമെന്ന്. കോളേജിൽ പഠിക്കുന്ന പിള്ളേരെയാണ് അടിക്കുന്നതെന്ന് പറയുന്നത്. ഇന്ന് ചെറിയ പിള്ളേരെ അടിച്ചാൽ തിരിച്ച് ആ വടി എടുത്തിട്ട് മാഷിനടിക്കുന്ന കാലത്താണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ വരുന്ന ഒറ്റ കുട്ടിയും ബോൾഡല്ലേ, അല്ലെ എല്ലാം മന്ദബുദ്ധികളാണോ? അല്ലെങ്കിൽ ഇനി ഇയാൾ ഇതിൽ തന്നെ ഞാൻ കേട്ടു, ഏതൊരു വീഡിയോയിലല്ലേ, ഇനി നെക്സ്റ്റ് വീഡിയോയിലാണോ അറിയില്ല, ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളെ അയാൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇയാൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇയാൾ ഹണി ട്രാപ്പുകാരനാണോ? ചേച്ചി ഭാര്യയെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം, ഹണി ട്രാപ്പുകാരനോ ഡ്രഗ് ഡീലറാണോ ഒന്നും അറിയില്ല കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും മനുഷ്യനല്ല, മനുഷ്യ മൃഗമാണെന്ന് തോന്നുന്നു. ഇവനെന്നല്ല ഏത് ആ ക്ലാസ്സിലുള്ള വേറൊരു കൊച്ചുണ്ടായിരുന്നു, ഷയാന എന്ന് പറയുന്ന ആ കൊച്ചിനെതിരെയും ഇതുപോലെ സെയിം, അതായത് വേറെ എന്തോ മുസ്ലിമാണ് ആ കൊച്ച്, അതിൻ്റെ ഇതിൽ ഒരിത് വന്നായിരുന്നു. അതെനിക്കറിയാം. ഈ ഷയാനൊക്കെ ഇപ്പം എവിടെ പോയി എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഷയാനേൻ്റെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഷയാനയൊക്കെ മൂടിയിരിക്കുകയാണ്. ഇനി ആരെങ്കിലുമൊക്കെ പുറത്ത് വന്നാൽ നല്ലത്, ഇല്ലെങ്കിൽ ഇല്ല, അവിടെ കിടക്കട്ടെ. എന്തായാലും വീഡിയോ കാണുന്ന മക്കളോടും അച്ഛനോടും അമ്മേനോടും ഞാൻ പറയുന്നൊരു കാര്യം, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ജീവിതം വേണം, എന്നാലേ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റൂ. അപ്പോൾ ജീവിതം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന നെഗറ്റീവ് എനർജികളെ സപ്പോർട്ട് ചെയ്തോ പേടിച്ചോ ഭയന്നോ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇങ്ങനത്തെ കാര്യത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കം ആൻഡ് കോൺടാക്ട് us. നമ്മളടുത്ത് പറയും, നിങ്ങൾക്ക് ഇടാൻ പാടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇട്ടോളാം, ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം. നിയമപരമായി പോടൂ. കോൺടാക്റ്റിലൊന്നും ഒറ്റ വക്കീൽമാരും ഇല്ലേ വിളിച്ച് സംസാരിക്കാൻ? ഈ ജാതിനെ പറയുക, കളറിനെ പറയുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മ പണിഷബിൾ ആയിട്ടുള്ള സാധനമാണ്. അല്ലെ ഇവന്മാരെങ്ങനെയാണോ മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇൻറ്റേർണൽസ് 20 അല്ലേയുള്ളൂ, ബാക്കി 80 നമ്മളുടെ മാർക്കല്ലേ വരുന്നത്. ഞാൻ എൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏത് സാധനം സംസാരിക്കുമ്പോഴും എനിക്കെന്തോ കുട്ടീനെ ഞാൻ കുറ്റം പറഞ്ഞു പോകുന്നത്. കാരണം പറഞ്ഞു പോവുകയാണ് പലതും കേൾക്കുന്ന സമയത്ത്. കാരണം യു ഹാവ് ടു ബി ബോൾഡ്. ഈ സൊസൈറ്റിയിൽ ജീവിക്കേണ്ടത് നിങ്ങളൊക്കെ ഒന്ന് ബോൾഡ് ആവണം. നിങ്ങൾ തരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവുള്ളൂ. അല്ലാണ്ട് നിങ്ങളിവിടെ ഇനി എങ്ങനെ എക്സിസ്റ്റ് ചെയ്തിട്ടും എന്ത് മാലാക പുണ്യാളം കഴിച്ചിട്ടും കാര്യമല്ല. യു ഹാവ് ടു ഗൈസ്, യു ഹാവ് ടു ഡു യുവർ ബെസ്റ്റ്. ഇനി ഇങ്ങനത്തെ ന്യൂസ് വരരുത് നമുക്ക്. വി ആർ ബോൺ 20 kids ആയാലും 90 kids ആണെങ്കിലും ഇനി ഇങ്ങനത്തെ ഒരു ന്യൂസ് വരരുത്. ദാറ്റ്സ് ഇറ്റ്. ബൈ.